ഹലോ വെൽക്കം ബാക്ക് ടു മിസ്ല വ്ലോഗ്സ്. അപ്പോൾ നമ്മൾ ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഇന്നാണ് നമ്മുടെ പള്ളിയിലെ തുറ. അപ്പോൾ ഞാൻ എന്താക്കി ഫഹീമനും മെല്ലെ സോപ്പ് അടിച്ചിട്ട് ഓഫീസിൽ നിന്ന് വേഗം നേരത്തെ തന്നെ ഇറങ്ങിട്ടോ. നന്മണ്ട പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞാനും നിഷാക്കാക്കി ഹൈസാപ്പൂടിയാണ് വന്ന് കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ വാങ്ങി നമ്മൾ വേഗം അങ്ങെത്തി. അപ്പോഴേക്കും ഉമ്മച്ചിൻ്റെ ഡ്യൂട്ടീസൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് നമ്മൾ ഇന്ന് കട്ട്ലേറ്റാണ് ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ എല്ലാ പ്രാവശ്യവും നമ്മൾ എപ്പോഴും ഒരു കടി സമൂസയാണ് കൊടുക്കാറ്. അപ്പോൾ ഇന്ന് കട്ട്ലേറ്റ് ആക്കി. അപ്പോൾ വലിയമ്മച്ചി വേഗം പൂളക്കറിക്ക് വേണ്ടിയിട്ടുള്ള പൂളയൊക്കെ സെറ്റാക്കി വെക്കുന്നുണ്ട്. അങ്ങനെ ചിക്കനൊക്കെ കുക്കറിൽ വെന്തോ. പിന്നെ നമുക്ക് ജീരകക്കഞ്ഞി ഉണ്ടായിരുന്നു കേട്ടോ. ജീരകക്കഞ്ഞിയും പൂളക്കറിയും ഒക്കെ സെറ്റായി വരുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മൾ പിന്നെ വേഗം കട്ട്ലേറ്റിന് വേണ്ടിയിട്ടുള്ള മസാലയൊക്കെ സെറ്റാക്കി. നിഷാക്കാണ് അതിനുള്ള അധികം പ്രിപ്പറേഷൻസ് കേട്ടോ. എല്ലാവരും ഭയങ്കര ടയേർഡായിട്ടുണ്ട്. ഇന്ന് ബാംഗ്ലൂരിൽ നിന്ന് വന്നതേ ഉള്ളൂ. എന്നാലും നമ്മളെ ഹെൽപ്പ് ചെയ്യാന്നുള്ളതൊരു ഇതാണല്ലോ. അങ്ങനെ ഞാനും നിഷാക്കാൻ കൂടി കട്ട്ലേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേഗം പത്തിച്ചിട്ടു. കാരണം നമുക്ക് ഉസ്താദ് വരാനുണ്ടല്ലോ. ഉസ്താദ് നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞിട്ടാണ് വരിക. അങ്ങനെ പത്തിരിയും നല്ല ബീഫ് കറിയും ഒക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ വലിയമ്മച്ചി ഇതിന് നമ്മളൊരു കട്ട്ലറ്റിൻ്റെ കൂടെ ഒരു പഴംപൊരി കൂടി കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ പഴംപൊരിക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസൊക്കെ വലിയമ്മച്ചിയും ഉമ്മച്ചിയും കൂടി ചെയ്യുന്നുണ്ട്. ഹൈസാപ്പി തിന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മിഷൂപ്പി ആണെങ്കിൽ ചെയ്യട്ടെ എന്ന് വെച്ചിട്ട് ഉമ്മച്ചി വേണ്ടാന്നൊക്കെ പറഞ്ഞ് അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ പഴംപൊരിയൊക്കെ വേഗം പൊരിച്ചെടുത്തു. കട്ട്ലറ്റും വേഗം പൊരിച്ചെടുത്തു. കാരണം സമയം പോകാൻ വലിയ ഒരു പണിയില്ലല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ വേഗം ഒന്ന് നോക്കിയിട്ടു. അങ്ങനെ പഴംപൊരിയും കട്ട്ലേറ്റും ഒക്കെ ടേബിൾ മേൽ ഇങ്ങനെ സെറ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് വേണം ഇനി ഫ്രൂട്ട്സിൻ്റെ മേൽ കയറാൻ. കാരണം ഒരുപാട് ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ കുഞ്ഞാക്കിയൊക്കെ അരിഞ്ഞെടുക്കണ്ടേ. അങ്ങനെ മിഷൂപ്പി നിഷാക്കാവും കൂടി വേഗം ഫ്രൂട്ട്സ് കട്ടൊക്കെ ചെയ്തു. പിന്നെ വലിയ വത്തൊക്കെ ആയിരുന്നു കേട്ടോ. അതൊക്കെ മുറിച്ച് സെറ്റാക്കി വേഗം കവറിലൊക്കെ ആക്കി വെച്ചിട്ട് നമ്മൾ വാവനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അസ്രാപ്പച്ചിൻ്റെ മോനാണ്. അവൻ കുറച്ച് കഴിഞ്ഞാൽ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ റെഡിയാക്കി വെച്ച് അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള കാരക്കയും പിന്നെ ലൈമായിരുന്നു കേട്ടോ നമ്മൾ അടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ലൈമൊക്കെ അടിച്ച് വേഗം നമ്മൾ ടൈമിന് മുമ്പേ തന്നെ റെഡിയാക്കി വെച്ചിട്ട് ബാങ്കൊക്കെ വിളിക്കാൻ ഏകദേശം കുറച്ച് സമയമാകുമ്പോൾ വരെ വെയിറ്റ് ചെയ്ത് നിൽക്കാം കേട്ടോ. അങ്ങനെ പള്ളിയിലേക്കൊക്കെ കൊണ്ടുപോയി. പള്ളിയിലെല്ലാവരും നോമ്പൊക്കെ തുറന്ന് അൽഹംദുലില്ലാ നമുക്കും ഭയങ്കര സന്തോഷമായി. പിന്നെ നിസ്കാരത്തിൽ ഉസ്താദ് ദുആ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് വേണ്ടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞ് ഉസ്താദ് നേരെ നിഷാക്കാൻ്റെ ഒക്കെ കൂടെ വീട്ടിലേക്ക് വന്നു. പത്തിരിയും കറിയൊക്കെ കഴിച്ചു. ഉസ്താദിന് അത്താഴത്തിനുള്ള ഫുഡും കൂടി നമ്മൾ കൊടുക്കണം കേട്ടോ ചെയ്യാൽ. ഓക്കെ ബൈ.